പണ്ട് കശ്യപ മഹർഷിക്കും കദ്രുവിനും പിറന്ന 1000 നാഗപുത്രന്മാരിൽ ആദ്യത്തെയാളാണ് അനന്തൻ. എന്നാൽ അനന്തന്റെ സഹോദരങ്ങളായ നാഗങ്ങൾ അഹങ്കാരികളും കുസൃതികളുമായിരുന്നു. ലോകത്തിന് ഉപദ്രവമുണ്ടാക്കി അവർ അലഞ്ഞു നടന്നു. ഈ ദുഷിച്ച കൂട്ടുകെട്ട് അനന്തന് സഹിക്കാനായില്ല. താൻ ലോക നന്മയ്ക്കായി ജീവിക്കണമെന്ന് ആ നാഗരാജാവ് തീരുമാനിച്ചു. അങ്ങനെ സഹോദരങ്ങളെ ഉപേക്ഷിച്ച് അനന്തൻ കഠിനമായ തപസ്സിനായി യാത്ര തിരിച്ചു. അനന്തന്റെ ലക്ഷ്യം വ്യക്തമായിരുന്നു. തൻ്റെ ജീവിതം കൊണ്ട് ലോകത്തിന് പ്രയോജനമുണ്ടാകണം. വർഷങ്ങൾ നീണ്ട കഠിനമായ തപസ്സിൽ സാക്ഷാൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവ് അനന്തനോട് ചോദിച്ചു, അനന്ത, നീ ആവശ്യപ്പെടുന്ന വരം എന്താണ്? അനന്തൻ വിനയത്തോടെ പറഞ്ഞു, ഹേ ഭഗവാനെ, ഈ ലോകത്തിന് ഞാൻ എങ്ങനെ ഉപകാരപ്രദനാകും? എൻ്റെ ദുഷ്ടന്മാരായ സഹോദരന്മാരിൽ നിന്ന് എനിക്ക് മോചനം നൽകി ലോക നന്മയ്ക്കായി എന്നെ ഉപയോഗിക്കണം. അനന്തന്റെ ഈ ആഗ്രഹത്തിൽ സന്തോഷം തോന്നിയ ബ്രഹ്മാവ് അദ്ദേഹത്തിനൊരു മഹത്തായ ദൗത്യം നൽകി: ഭൂമിയെ താങ്ങി നിർത്തുക. അങ്ങനെ ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം അനന്തൻ പാതാളത്തിലേക്ക് പോയി തൻ്റെ 1000 ഭണങ്ങൾ വിടർത്തി അദ്ദേഹം ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ തലയിൽ താങ്ങി നിർത്തി. ലോകത്തിൻ്റെ ആദ്യത്തെ ശേഷിപ്പും ആധാരവുമായി അദ്ദേഹം മാറി. അങ്ങനെയാണ് അനന്തന് ആദിശേഷൻ എന്ന പേര് ലഭിച്ചത്. അനന്തന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം മഹാവിഷ്ണുവിന് എന്നും സേവ ചെയ്യുക എന്നതാണ്. ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിന്റെ തലയിൽ താങ്ങുമ്പോൾ പോലും അനന്തൻ മഹാവിഷ്ണുവിന്റെ കൂടെയുണ്ട്. സമുദ്രത്തിൽ യോഗനിദ്രയിൽ ശയിക്കുന്ന മഹാവിഷ്ണുവിന് അനന്തൻ തൻ്റെ 1000 ഭണങ്ങൾ വിടർത്തി കുടയായി തണൽ നൽകുന്നു. ഈ കാഴ്ചയാണ് നമ്മൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനന്തശയനനായി കാണുന്നത്. യുഗങ്ങളിൽ രാമന്റെ അനുജൻ ലക്ഷ്മണനായും കൃഷ്ണന്റെ ജ്യേഷ്ഠൻ ബലരാമനായും അവതരിച്ചതും ഈ ആദിശേഷൻ തന്നെയാണ്. വിഷ്ണുവിനോടുള്ള അനന്തമായ ഭക്തിയുടെയും സേവനത്തിൻ്റെയും പ്രതീകമാണ് നാഗരാജാവായ അനന്തൻ. ഈ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.